പാണാവളി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡ് മെമ്പറായിരുന്നു. നമുക്ക് ഈ 5 വർഷക്കാലം നല്ല രീതിയിൽ തന്നെ നമുക്ക് പദ്ധതികൾ ഏറ്റെടുത്ത് ആ വാർഡിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. ആദ്യമായി ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് കാലപ്പഴക്കം ചെന്ന വീടുകൾ ഉൾപ്പെടെ ഷെഡുകൾ ഉൾപ്പെടെ നമുക്ക് നന്നായിട്ട് തന്നെ അവിടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. കുറച്ച് പേര് ഈ കഴിഞ്ഞ ദിവസം എഗ്രിമെൻ്റ് വയ്ക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. സെപ്റ്റിക് ടാങ്ക് മെയിൻ്റനൻസ് കൊടുക്കുവാനും അതുപോലെ തന്നെ ശുചിത്വ മിഷനിൽ നിന്നുള്ള ടോയ്ലറ്റ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. കൂടാതെ നമുക്ക് ഈ 2 വർഷക്കാലം കോഴി വിതരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു വാർഡിൽ 50 പേർക്ക് കൊടുക്കുവാൻ സാധിച്ചു. അത് മുഴുവൻ പേർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഇടപെടൽ ചെയ്തിരുന്നു. കൂടാതെ നമുക്ക് ജനറൽ വിഭാഗത്തിന് 2023-24 കാലഘട്ടത്തിൽ കട്ടിൽ വിതരണം നടത്തി. ആ കട്ടിൽ 7 പേർക്കായിരുന്നു, അതെല്ലാവർക്കും കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഈ പ്രാവശ്യം SCക്ക് കട്ടിൽ വിതരണമുണ്ട്. അതിൻ്റെ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അത് വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് കഴിഞ്ഞ വർഷം SCക്കുള്ള കട്ടിൽ വിതരണം നടത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SCക്കുള്ള കുടിവെള്ള ടാങ്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഈ പ്രാവശ്യം നമുക്ക് ഫിഷറീസിന് പദ്ധതി എടുത്തിട്ടുണ്ട് കുടിവെള്ള ടാങ്കിനുള്ളത്. ആ പദ്ധതിയും ഉടനെ തന്നെ നിർവഹിക്കും. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഡിഗ്രി മുതൽ മുകളിലോട്ട് ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് വിതരണം ഗ്രാമസഭാ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ഒരാൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ കൂടാതെ നമുക്ക് SCയുടെ വീട് പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതിയിൽ ഒരു വാർഡിൽ ഒരാൾക്കാണ്. അത് നമ്മൾ സമയബന്ധിതമായിട്ട് ഇടപെട്ട് ആ ഒരാൾക്ക് കൊടുക്കുവാനും അവർ പണി പൂർത്തിയായി ആ ഫണ്ട് വിനിയോഗിക്കുവാനുമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് പഠനമുറി, അതും പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റായിരുന്നു. അതും വാർഡിൽ ഒരാൾക്കാണ്. അതും നമ്മൾ ആ സമയബന്ധിതമായിട്ട് ഇടപെട്ട് നമുക്ക് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ വാർഡിൽ മുഴുവൻ പേർക്കും കുടിവെള്ളം ആവശ്യമുള്ള എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ എടുത്തു കൊടുക്കുവാനായിട്ട് സാധിച്ചു. റോഡ് വികസനം മെമ്പറായിട്ട് കയറിയതിന് ശേഷം നമുക്ക് ആദ്യ വർഷം ടാർ ചെയ്യാനുള്ള ഫണ്ട് അനുവദിച്ചു. അത് നമുക്ക് നടപ്പിലാക്കാൻ ഫണ്ട് ചെയ്തതിന് ശേഷം ടെൻഡർ എടുത്ത് ആ വർക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ തൊട്ടടുത്ത വർഷം നമുക്ക് ടാർ ചെയ്യാനുള്ള ഒരു ഫണ്ട് വന്നു. ആ റോഡും വർക്ക് എടുത്ത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. തുടർന്നുള്ള ഈ 3 വർഷവും നമുക്ക് റീടാർ ചെയ്യാനുള്ള ഫണ്ടാണ് അനുവദിച്ചത്. ആ 2 വർഷവും അതുപോലെ തന്നെ ഈ വർഷത്തെ റീടാർ ചെയ്യാനുള്ള വർക്ക് ടെൻഡർ എടുത്തു. ആ വർക്ക് ഇപ്പോൾ ടാറിങ്ങിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ 5 വർഷക്കാലവും നമുക്ക് കിട്ടിയ റോഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ 15-ാം വാർഡിൽ ഏറ്റവും വലിയ വാർഡാണ്. അതുപോലെ തന്നെ കൂടുതൽ സ്ഥലമുള്ള ഒരു വാർഡായതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ഫണ്ട് ഉപയോഗിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി സോക്ക് പിറ്റ്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 ദിനം തികക്കുവാനായിട്ട് എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്ക് 100 തൊഴിൽ ദിനവും അതോടൊപ്പം തന്നെ അവർക്ക് എപ്പോഴും വർക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വർക്ക് എത്തിച്ച് ഉപയോഗിച്ച് നമുക്ക് തുക ചെലവഴിക്കുവാനായിട്ട് നമുക്ക് ഈ 5 വർഷക്കാലവും സാധിച്ചു. ഈ റോഡിൻ്റെ ഫണ്ട് നമുക്ക് ഈ 5 വർഷക്കാലവും കിട്ടിയത് നമുക്കത് തീർത്തും വിനിയോഗിക്കുവാനായിട്ട് സാധിച്ചു. ഈ 5 വർഷക്കാലവും കിട്ടിയ ഫണ്ട് ഒട്ടും തന്നെ കളയാതെ പട്ടികജാതിയുടെ ഫണ്ടാണെങ്കിലും ഫിഷറീസിൻ്റെ ഫണ്ടാണെങ്കിലും നമ്മളുടെ ജനറൽ വിഭാഗത്തിനുള്ള ഫണ്ടാണെങ്കിലും തീർത്തും വിനിയോഗിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പാണാവളി ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് നമുക്ക് 19 കുടുംബങ്ങളാണുള്ളത്. അവർക്ക് വേണ്ടി ഭക്ഷണ കിറ്റ് 32 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അവർക്ക് ആ ഭക്ഷണ കിറ്റ് നൽകുവാനായിട്ട് സാധിച്ചു. ഡിജി കേരളം പദ്ധതി പ്രകാരം ഡിജിറ്റൽ സാക്ഷരത നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചു. ശുചിത്വ മിഷന്റെ ടോയ്ലറ്റ് നിർമ്മാണം, സെപ്റ്റിക് ടാങ്ക് മെയിൻ്റനൻസ്, ഹരിതകർമ്മ സേനയുടെ പദ്ധതികളായിട്ടുള്ള ഇലക്ട്രിക് ഓട്ടോ വാങ്ങുവാനായിട്ട് സാധിച്ചു. റെയിൻകോട്ട്, യൂണിഫോം, ട്രോളി, അതുപോലെ തന്നെ ബെയിലിംഗ് മെഷീൻ, MCFന്റെ കൺവെയർ ബെൽറ്റ്, സ്കൂളുകൾ എയറോബിക് കമ്പോസ്റ്റ്, MCFൽ ചുറ്റുമതിൽ, ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് സംസ്കരിക്കുവാനുള്ള ഇൻസിനറേറ്റർ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. നമുക്ക് റോഡുകൾക്കായിട്ട് 18 വാർഡിലും റോഡുകൾക്കായിട്ട് തുകകൾ വകയിരുത്തി. വിവിധ വാർഡുകളിൽ മറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്കായിട്ട് തുക വകയിരുത്തിയിട്ടുണ്ട്. അതേ അംഗനവാടികൾ, സ്കൂളുകൾക്ക് ചുറ്റുമതിൽ, അതുപോലെ തന്നെ അംഗനവാടികൾക്ക് ചുറ്റുമതിൽ നമ്മളുടെ പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് വകയിരുത്തുവാനായിട്ട് സാധിച്ചു. എൻ്റെ പേര് KE കുഞ്ഞുമോൻ. ഞാൻ പാണാവള്ളി പഞ്ചായത്ത് 12-ാം വാർഡിലെ മെമ്പറാണ്. പാണാവള്ളി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. 12-ാം വാർഡിൻ്റെ മെമ്പർ എന്നുള്ള രൂപത്തിൽ വളരെ സന്തോഷകരമായി തന്നെയാണ് ഈ ടേം പൂർത്തീകരിക്കുന്നത്. നമുക്ക് പരമാവധി കേരളത്തിലെ മിക്കവാറും എല്ലാ വികസന വകുപ്പുകളുടെയും
പദ്ധതികൾ ഏകോപിപ്പിക്കാൻ നമുക്ക് 12ാം വാർഡിൽ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ സമയം കോവിഡിൻ്റെയും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെയും എല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു. അതിൽ നിന്നെല്ലാം ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഇതര നമ്മുടെ ത്രിതല സംവിധാനങ്ങളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. മുഴുവൻ പേർക്കും വാക്സിൻ എത്തിച്ചു കൊടുക്കാൻ, മരുന്ന് എത്തിച്ചു കൊടുക്കാൻ, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ വാർഡ് വികസന സമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു നേട്ടമായിട്ട് തന്നെ കാണുകയാണ്. ജലജീവൻ മിഷൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹകരണത്തോടു കൂടി ജപ്പാൻ കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത ഒരു വീട് പോലും 12ാം വാർഡിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ ഈ വാർഡിൻ്റെ മുഴുവൻ റോഡുകളും വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു, ഒരൊറ്റ റോഡ് പോലും ഇവിടെ ഇനി റീടാർ ചെയ്യാനില്ല. ഒരു പാടത്തിൻ്റെ നടുവിലൂടെ NREG പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ടൈല് പാകി ഒരു നടപ്പാത അതിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇവിടെ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശമായിരുന്നു. പഞ്ചായത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജലനിർഗമന മാർഗ്ഗമാണ് കാരിച്ചിറത്തോട്. ആ കാരിച്ചിറത്തോട് ക്ലീൻ ചെയ്തുകൊണ്ട് ഇവിടുത്തെ നീരൊഴുക്ക് സുഗമമാക്കാൻ കഴിഞ്ഞതോടുകൂടി ആ വെള്ളക്കെട്ട് പ്രശ്നത്തിന് വലിയൊരളവ് വരെ ഈ പ്രദേശത്ത് പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ ഇവിടെ 2 അംഗനവാടികളാണ് വാർഡിലുള്ളത്. 109ാം നമ്പർ അംഗനവാടിയും 44ാം നമ്പർ അംഗനവാടിയുമാണ്. അത് 44ാം നമ്പർ അംഗനവാടിക്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നു. 109ാം നമ്പർ അംഗനവാടി ഇതിവിടെ അടുത്തൊരു വീടിൻ്റെ ഒരു ചാർത്തിൽ വാടക അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ശ്രീ അശോകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി അജിത അശോകനും കണിയാമ്പളി എന്ന് പറയുന്ന 3 സെൻറ്റ് വസ്തു നമുക്ക് അംഗനവാടി പണിയാൻ വേണ്ടിയിട്ട് ദാനമായി തരികയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്മാർട്ട് അംഗനവാടി കെട്ടിടം പണിയാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ആ മേഖലയിലും 2 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടമായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ പാണാവള്ളിയുടെ കമ്മ്യൂണിറ്റി ഹാളിലാണ്. പാണാവള്ളി പഞ്ചായത്തിൽ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏക ഒരു സംവിധാനമാണിത്, പൊതു ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഡ്രസ് വർക്ക് ചെയ്ത് അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. വയറിങ് പോയി ഇടിവെട്ടിൽ നഷ്ടപ്പെട്ടു പോയിരുന്നതാണ്, പുതുതായിട്ട് റീവയർ ചെയ്തു. അങ്ങനെ ഈ കെട്ടിടം ഈ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ സാധാരണക്കാർക്ക് ചെറിയ ചെലവിൽ അവരുടെ പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന വെറും തിരിഞ്ഞു. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സാനിറ്ററി കോംപ്ലക്സ് നമുക്ക് ഈ കാണാം. തൈക്കാശ്ശേരി ബ്ലോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കാൻ ജനറേറ്റർ, ജൈവ വസ്തുക്കൾ കത്തിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഇൻസിനറേറ്റർ, അതുപോലെ തന്നെ ശുദ്ധവെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്യൂരിഫയർ, അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇണക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിലാവ് പദ്ധതിയിലായാലും അതുപോലെ തന്നെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസുമായി സഹകരിച്ചുകൊണ്ട് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം കേട് പറ്റിയിട്ടുള്ള മാറ്റി ഇടുന്നതിനും വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ മുഴുവൻ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഒരു മെമ്പർ എന്നുള്ള രൂപത്തിൽ നടത്തിയിട്ടുള്ളത്. എൻ്റെ പേര് പ്രിയ എന്നാണ്. ഞാൻ പാണാവള്ളി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൽ 2020-25 കാലയളവിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളും മേഖലാ ചുമതലകളും ഉൾപ്പെടുത്തി വളരെയധികം പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിലുപരി നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ, ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഡിജി കേരളയുടെയും ഇതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാർശ്വവൽക്കപ്പെട്ടവരുടെ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നമുക്ക് അതിദരിദ്രരായിട്ട് 19 കുടുംബങ്ങളെ കണ്ടെത്തുകയും അതുകൂടാതെ ഇവർക്ക് ഭക്ഷണ കിറ്റുകൾ 32,000 രൂപ ചിലവഴിച്ച് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 4 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം നമ്മൾ നടത്തിയിട്ടുണ്ട്. വീട് മെയിൻ്റനൻസിനായിട്ട് ഈ ഇനത്തിലായ ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ വീതം ചിലവഴിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ ഭക്ഷണം, ആരോഗ്യം, വരുമാനം എന്നീ ക്ലേശ ഘടകങ്ങളിൽ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും സഹായം ലഭ്യമാക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിൻ്റെ പശ്ചാത്തല മേഖലയിലും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലും തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 115 വീടുകൾക്കായിട്ട് തുക 2,91,40,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 26 വീട് ലൈഫ് SC ആയിട്ട് നമ്മൾ തുക ഏകദേശം 4,10,00,000 രൂപ ആ ഇനത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഭൂരഹിതരായ 21 പേർക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മുഖേന സ്ഥലം ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും
ഒത്തൊരുമയുടെ കാലമായതിനാൽ ഒട്ടേറെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഈ ഭരണസമിതിയുടെ എന്ന് സംശയാസ്പദമായി നമുക്ക് പറയുവാൻ സാധിക്കും. ഞാൻ ജി ധനേഷ് കുമാർ, 16-ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. കൊടുക്കത്തറ തളിയെടുത്ത് റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 15 ലക്ഷം രൂപയോളം വരുന്ന തുക ചെലവഴിച്ചുകൊണ്ടാണ് നമുക്ക് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കസേരയിലടക്കം എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം വരെ ഈ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരളപ്പതി പാലം എന്ന് പറയുന്നത്. ആ കാരളപ്പതി പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പകുതിയോളം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പായിപ്പാട് പ്രദേശത്ത് മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ അടക്കം സ്ഥാപിച്ച് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറികൾ, വീട് വാസയോഗ്യമാക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഭവനങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ PMA വഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭവനങ്ങൾ, തൈശ്ശേരി പ്രദേശത്തേക്കുള്ള ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പാലം അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ പാലമടക്കം നിർമ്മിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് 16-ാം വാർഡിലെ 64-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിലാണ്. ഒരു ഹൈടെക് അംഗനവാടി എന്ന തരത്തിലേക്ക് നമ്മുടെ അംഗനവാടികളെല്ലാം മാറുകയാണ്. ഇത് ഏറ്റവും വലിയ ഉദാഹരണം അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ 64-ാം നമ്പർ അംഗനവാടി എന്ന് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇപ്പോൾ 64-ാം നമ്പർ അംഗനവാടി ഒരു മാതൃക അംഗനവാടിയെ തന്നെ കണക്കാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ കുന്നുപറമ്പ് കാരളപ്പതി റോട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും ബൾബ് ഇടുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിലിരിക്കുന്ന കാരളപ്പതി പാലം, ഇവിടെ പാലം വേണമെന്നുള്ള നാട്ടുകാരുടെ ഒരു വലിയ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി ഉപയോഗിച്ച് 25 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഈ പാലം പണി തുടങ്ങിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ഇപ്പോൾ ഇതിലുള്ള ഭരണസമിതിയിലെ മെമ്പറിൻ്റെ എല്ലാവരുടെയും കഴിവുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു പാലം കിട്ടിയത് വളരെ സന്തോഷം. എൻ്റെ പേര് ഉദയമ്മ. ഇനി കാരളപ്പതി 16-ാം വാർഡ് തൊഴിലുറപ്പ് മേറ്റും കൂടിയാണ്. എൻ്റെ കൂടെ 10-36 തൊഴിലാളികളുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 പണികൾ കിട്ടാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ പോവുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു പാലം കുറേ നാളുകളായിട്ട് തടിപ്പാലം ഉറഞ്ഞു വീണിട്ട് ഞങ്ങൾക്ക് അപ്പുറത്തോട്ടൊന്ന് സഞ്ചരിക്കാൻ പോലും മാർഗ്ഗമില്ലാതെ ഞാൻ ഉൾപ്പെടെ ഞാൻ വരെ ആ പാലത്തിൽ നിന്ന് തലയും കുത്തി താഴത്തോട്ട് ചേർന്നകത്ത് വീണ് ഭാഗ്യം കൊണ്ടൊക്കെ ജീവൻ വരെ രക്ഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് അവിടെ വീഴുകയും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പോലും മാർഗ്ഗമില്ലാതെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പാലം ഇവിടെ വരെ ഞങ്ങളുടെ മെമ്പറിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഉത്തരവാദിത്വവും കഴിവും കൊണ്ട് ഇവിടം വരെ എത്തിച്ചു തന്നിരിക്കുകയാണ്. ഞങ്ങൾ പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് പറയുന്നത് തൈശ്ശേരി ഭാഗമാണ്. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന പാലം ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാഹനത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു പാലം നിർമ്മിക്കുവാനായിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഉടനെ തന്നെ പണി ആരംഭിക്കുന്നതാണ്. എൻ്റെ പേര് സജിത, പാണാവള്ളി ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ പര്യാപ്തമാകും വിധം വികസിപ്പിക്കുന്നതിന് LSTD എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പ്രവർത്തന ഫലമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഈ ഓഫീസ് മുഖേന ക്രമീകരിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾക്ക് റോഡ് ഇതര ഫണ്ടുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. റോഡിനത്തിൽ ഏകദേശം 1,70 ലക്ഷം രൂപയോളം റോഡ് ഇതര ഫണ്ട് നിന്ന് ഏകദേശം 2 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. നമുക്ക് കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളായ ആരോഗ്യ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ ഇവയുടെ ആസ്തി സംരക്ഷണത്തിന് ഭാഗമായിട്ടാണ് നോൺ റോഡ് ഫണ്ടുകൾ ചെലവഴിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനായി ഏകദേശം 48 ലക്ഷം രൂപയോളം തന്നിട്ടുള്ളതും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലുമാണ് നിൽക്കുന്നത്. ഭരണസമിതിയുടെ പൂർണ്ണമായ പിന്തുണ, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവരെല്ലാം പൂർണ്ണമായും സഹകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞത്. പിന്തുണ ഇനിയും പ്രതീക്ഷിച്ചു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഇപ്പോൾ പ്രവർത്തന സജ്ജമാകുന്ന വിധത്തിൽ ഈ മാസം തന്നെ ഉദ്ഘാടനം ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ സൗകര്യത്തിൽ വെച്ചിട്ടുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൃത്യമായും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളും മറ്റുള്ളതും ഒക്കെ കൃത്യമായിട്ട് ചെയ്തു വരികയാണ്. എൻ്റെ പേര് അനിരുദ്ധൻ. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ തോടിന്റെ ശുചീകരണമായിരുന്നു. കാരണം അത്രയ്ക്ക് ദുർഗന്ധം വമിക്കുന്ന ഒരു തോടായിരുന്നു ഇത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നല്ലൊരു തുക അനുവദിക്കുകയും അങ്ങനെ 1, 2, 3 വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന ഈ തോട് ശുചീകരിച്ച് നല്ല രീതിയിൽ നമുക്കത് നടപ്പിലാക്കുവാൻ സാധിച്ചു. NREG പദ്ധതിയിൽ പെടുത്തി KB പാലം റോഡ് ടൈല് പാകി, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രവക്കേരി റോഡ് ഉണ്ടായിരുന്നു, അത് ടൈല് പാകി. ഒരു കണ്ടത്തിപ്പറമ്പ് റോഡ്, അത് ടൈല് പാകി. പിന്നെ നമ്മുടെ ബ്ലോക്കിന്റെ ഒരു പദ്ധതി വാങ്ങിച്ച് നമ്മൾ ഒരു കൊടിത്തറ കോളനി ഒരു പുതിയ റോഡ് ടാർ ചെയ്തു. തക്വാപ്പള്ളി മസ്ജിദിലേക്ക് ഒരു റോഡ് പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ചു. ഇപ്പോൾ 2 റോഡ് നമ്മൾ NREG പദ്ധതി പ്രകാരം പൂർത്തീകരിക്കാനായിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ മെയിൻ റോഡായ SNDP റോഡ് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഒരു ഫണ്ട് അത് ഉപയോഗിച്ച് ആ റോഡ് നല്ല ഹൈടെക് റോഡാക്കി മാറ്റുവാനും സാധിച്ചു. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫണ്ട് വെച്ച് സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുകയും കുടിവെള്ളമില്ലാത്ത ഒരു വീട് പോലും നമ്മുടെ ഈ പ്രദേശത്തില്ല. എൻ്റെ പേര് സത്താർ. ഭരണസമിതി അനിരുദ്ധൻ മെമ്പറായതിനു ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. എൻ്റെ പേര് PS ഹനീഫ് എന്നാണ്. ഈ റോഡ് ഇത്രയും നല്ല പുരോഗമനം ഉണ്ടായത് നമ്മുടെ അനിരുദ്ധൻ മെമ്പർ വഴിയാണ്. 2-ാം വാർഡ്
ഈ പാലക്കാട്ട് അംഗനവാടി എന്ന് പറഞ്ഞത് നല്ലൊരു അംഗനവാടിയാണ്. ഇവിടുത്തെ ടീച്ചർമാരും ഹെൽപ്പർമാരും എല്ലാം കൃത്യമായിട്ട് പിള്ളേരെ നോക്കാൻ ഞാൻ എല്ലാ ദിവസവും അവിടെ കാണാൻ. എൻ്റെ പേര് ബി സുമുഹിക്കുട്ടി. ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഞങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെയും അധ്യാപികയാണ്. എൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ പ്രസീത, പാണാവള്ളി ഓടമ്പള്ളി സർക്കിളിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഞങ്ങൾ 2 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ദാരിദ്ര്യ ലഘൂകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് VE ഓഫീസ് മുഖേന നടപ്പാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് അതിദരിദ്ര നിർമ്മാർജ്ജനം. പഞ്ചായത്തിൽ 22 കുടുംബങ്ങളെയാണ് അതിദരിദ്രരായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ മരണപ്പെട്ടവർ, മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവർ ഒഴികെ ഇപ്പോൾ 18 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. ഈ 18 കുടുംബങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേകമായിട്ട് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മൈക്രോ പ്ലാനുകൾ പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റ് മുഖേനയും അത് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഒരു നല്ല പ്രവർത്തനമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നാണ്. എൻ്റെ പേര് അഭിലാഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. നാളിതുവരെ പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൽ 568 കുടുംബങ്ങൾക്ക് ഭവനം നൽകിയിട്ടുണ്ട്. 22 കോടി രൂപ അതിനുവേണ്ടി ചെലവിട്ടിട്ടുള്ളതാണ്. ഈ ലൈഫ് 2020 പദ്ധതിയിൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിലെ പദ്ധതിയിൽ 980 പേർ ലിസ്റ്റിലുള്ളതിൽ 255 പേർ കരാറിൽ ഏർപ്പെട്ട് 141 പേർ നിലവിൽ ഭവനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ അർഹരായ ഗുണഭോക്താക്കൾക്കും ഭവനം, അടച്ചുറപ്പുള്ള ഭവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് നിലവിലുള്ള ഭരണസമിതിയുടെ സപ്പോർട്ടോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള ഭവനം നൽകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഈ കാലാവധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കരാറിൽ ഉൾപ്പെടുത്തി ഭവനം നിർമ്മിക്കാനുള്ള ഭരണസമിതി തീരുമാനവും അതിനുള്ള ഗുണഭോക്തൃ സംഗമവും നടത്തി കഴിഞ്ഞു. അതിന്റെ കരാർ നടപടികൾ നടക്കുകയാണ്. സർക്കാർ ലക്ഷ്യമിടുന്നത് പോലെ തന്നെ സമ്പൂർണ്ണ ഭവനം പദ്ധതി നടപ്പാക്കുന്നതിനാണ് പാണാവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയോടുകൂടി തന്നെ അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും കക്കൂസ് നിർമ്മാണത്തിന് വേണ്ടി 12,000 രൂപ അധികമായി നൽകുന്നുണ്ട്. 90 ദിവസം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 തൊഴിൽ ദിനങ്ങളും നൽകുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞു പോയ ടോയ്ലറ്റ് ടാങ്കുകൾ മാറ്റി റിട്രോഫിറ്റിംഗ് പദ്ധതിയിലൂടെ അർഹരായ എല്ലാവർക്കും ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള 10,000 രൂപ വെച്ച് ഇതിനകം നൽകിക്കഴിഞ്ഞു. എൻ്റെ പേര് രാജിമോൾ, പാണാവള്ളി പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പറാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ 50ാം നമ്പർ അംഗൻവാടിയിലാണ്. അംഗനവാടിയിലെ ടീച്ചറാണ്. എൻ്റെ പേര് മിനി എന്നാണ്. ഇവിടെ വന്നപ്പോൾ വെള്ളവും ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തൊരു അംഗനവാടിയായി സമയത്താണ് നമ്മുടെ മെമ്പറും ഇവിടെ പുതുതായിട്ട് ചാർജ് എടുത്തത്. മെമ്പർ നമ്മൾക്കായിട്ട് പെട്ടെന്ന് തന്നെ കറണ്ട് എടുക്കാനും വെള്ളം വരുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നു. പിന്നെ നമ്മൾക്ക് 3,65,000 രൂപയ്ക്ക് നമ്മുടെ സ്റ്റെയറൊക്കെ തീരെ ദ്രവിച്ച് വിട്ടിരിക്കുമായിരുന്നു. സ്റ്റെയർ മാറി തന്നു. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തു തന്നു. പിന്നെ ഒരു 3,000 രൂപയുടെ മെയിൻ്റെനൻസിൽ ഉൾപ്പെടുത്തി ഒരു ഫാൻ കൂടി മേടിച്ച് തരികയും ചെയ്തു. ഞങ്ങളുടെ ഓഫീസ് മുഖേന വാട്ടർ പ്യൂരിറ്റി നമ്മൾക്ക് തന്നു. തറയിൽ വിരിക്കാനുള്ള മാറ്റുകൾ തന്നു. പഞ്ചായത്ത് വഴി പ്രീ സ്കൂൾ പിള്ളേർക്ക് എല്ലാ വർഷവും പ്രീ സ്കൂൾ കിറ്റുകൾ തരാറുണ്ട്. നിൽക്കുന്നത് മണ്ണാവീട് കലിങ്ക് റോഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ മുൻ MP ആയിട്ടുള്ള ആരിഫ് ഫണ്ട് ഉപയോഗിച്ചാണ് നമുക്ക് കലിങ്ക് കെട്ടിയിരിക്കുന്നത്. ഈ ഭരണസമിതി വന്നേ പിന്നെ നമുക്ക് ഈ റോഡ്, അപ്പോൾ നമ്മുടെ വാർഡിലേക്ക് ഒരു ഫണ്ട് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. പാണാവള്ളി പഞ്ചായത്തിന്റെ കൃഷിഭവനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഭരണസമിതി വരുമ്പോൾ ഞങ്ങളെ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കൃഷിഭവന്റെ ആസ്ഥാനത്തെ സംബന്ധിച്ചായിരുന്നു. നമുക്കൊരു ഉണ്ടായിരുന്ന കൃഷിഭവൻ കാലപ്പഴക്കത്താൽ ജീർണിച്ച് ഓർന്നൊലിച്ച് അവിടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഭരണസമിതി ആദ്യം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ നല്ലൊരു ആസ്ഥാനം ഉണ്ടാവണം. അതിനുവേണ്ടി ശ്രമങ്ങളാണ് ആദ്യം നടത്തിയത്. ഇവിടെ ഭരണസമിതിയുടെയും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ശ്രമഫലമായി ബഹുമാനപ്പെട്ട അരൂരിന്റെ MLA ശ്രീമതി ദലീമ ജോജോ ആവശ്യമായിട്ടുള്ള ഫണ്ട് 30 ലക്ഷത്തിലധികം രൂപ അനുവദിക്കുകയും പൊതുമരാമത്ത് വകുപ്പിനെ കൈമാറിക്കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിത്തറയുടെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ എവിടെ പ്രവർത്തിപ്പിക്കും എന്നുള്ള ഒരു വിഷയമുണ്ടായി. അപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായകരമായ നിലപാടെടുക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലേക്ക് നമ്മുടെ താൽക്കാലികമായി ഇതിന്റെ പ്രവർത്തനം മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് മിലു ഹെർബർട്ട്. ഞാൻ പാണാവള്ളി കൃഷി ഓഫീസറാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ വളരെ അധികം മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഭരണസമിതിയുടെ നല്ലൊരു സപ്പോർട്ട് മൂലമാണ് കാർഷിക മേഖലയിൽ ഇത്രയധികം വികസനം
നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു വലിയ പദ്ധതി ഗ്രാമം പദ്ധതി പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നു. വളരെയധികം പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണ്ട ഒരു പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. കർഷക ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കർഷകരിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് മരുതകം കാർഷിക വിജ്ഞാപന വിപണന കേന്ദ്രം. എൻ്റെ പേര് ധന്യ. ഈ ബ്ലോക്കിൽ 10 ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. പാണാവള്ളി തന്നെ 2 ഗ്രൂപ്പുകൾ നല്ല ആക്റ്റീവായിട്ടുള്ളതുണ്ട്. ഐശ്വര്യ ഗ്രൂപ്പ്, ഹരിതശ്രീ ഗ്രൂപ്പാണ് ഇവർ ആക്റ്റീവായിട്ട് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത്. എൻ്റെ പേര് കെ ബാബുലാൽ. ഞാൻ പാണാവള്ളി കൃഷിഭവന്റെ കാർഷിക വികസന സമിതി അംഗമാണ്. പല പാടശേഖരങ്ങളിലും കൃഷി നടത്തി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി കൃഷിയുടെ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് പി ആർ രജിത, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാമൂഹ്യക്ഷേമ ഓഫീസിലാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ അംഗൻവാടികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചും മറ്റും നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എന്ന നിലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അംഗൻവാടികളെ സ്മാർട്ടാക്കുക എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനം. അതുപോലെ കുട്ടികൾക്ക്, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണവും അടക്കമുള്ള പരിപാടികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ചെയ്ത് വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ ശിശു വികസന പദ്ധതി ഓഫീസറാണ്. പാണാവള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 32 അംഗനവാടികളാണ് പാണാവള്ളി പഞ്ചായത്തിനുള്ളത്. 32 അംഗനവാടികൾ 22 എണ്ണം സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ 2 എണ്ണം നമുക്ക് ഈ ഒരു ഭരണസമിതി കയറിയതിനു ശേഷമാണ് അതിൻ്റെ അംഗനവാടി കെട്ടിട നിർമ്മാണം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അംഗനവാടി കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പാണാവള്ളി പഞ്ചായത്ത് വളരെ കൃത്യതയോടെ ആ മെയിൻ്റനൻസിനുള്ള ഫണ്ടുകളൊക്കെ ചെയ്യാറുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് നമ്മൾ അംഗനവാടികൾ സ്മാർട്ടാക്കാറുണ്ട്. ഓരോ സാമ്പത്തിക വർഷത്തിലും പാണാവള്ളി പഞ്ചായത്തിൽ ഓരോ അംഗനവാടികളെ സ്മാർട്ടാക്കുന്നുണ്ട്. അത് കൂടാതെ കുട്ടികളുടെയും ശിശുക്കളുടെയും പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോഷകാഹാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി വിഹിതം പാണാവള്ളി പഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് തന്നെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികളുമായിട്ട് ബന്ധപ്പെട്ട് അംഗൻവാടി മെയിൻ്റനൻസ്, അംഗൻവാടികളിൽ വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ സ്കോളർഷിപ്പ്, ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ പാണാവള്ളി പഞ്ചായത്ത് ആ പദ്ധതി വിഹിതം വെക്കാറുണ്ട്. വനിതാ ശിശു വികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാണാവള്ളി പഞ്ചായത്ത് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ചെയ്തു വരുന്നത്. ഞാനിവിടെ പാണാവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പാണാവള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. പച്ചക്കറി ചെയ്യുന്ന കർഷകർ, നെൽകൃഷി ചെയ്യുന്ന കർഷകർ, അങ്ങനെ ഒട്ടനവധി കർഷകരുള്ളത്. കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മുടെ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കൃഷി വരുന്ന ഒരു പഞ്ചായത്താണ് പാണാവള്ളി. അതുകൂടെ തന്നെ നമ്മുടെ പാണാവള്ളി പഞ്ചായത്തിനോടും ബ്ലോക്ക് ADA എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കൃഷിശ്രീ സെന്റർ. അതുപോലെ തന്നെ നമ്മുടെ FEO എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും നമ്മുടെ മറ്റ് കർഷകർക്ക് എല്ലാം പ്രയോജനകരമാകുന്ന രീതിയിൽ കർഷകർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനും, അതുപോലെ തന്നെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന തൊഴിലാളികളെയാണ് ഏറ്റവും കൂടുതൽ കർഷകർക്ക് കിട്ടാതെ പോകുന്നത്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ കൃഷിശ്രീ സെന്ററും എല്ലാം ഉപയോഗിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെ കൃഷി വകുപ്പുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണസമിതി ആണെങ്കിൽ തന്നെയും എല്ലാ രീതിയിലും വിവിധ പദ്ധതികളുടെ നിർവഹണത്തിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട്. വളരെ നല്ല പ്രവർത്തനമാണ് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സിനിമോൾ എന്നാണ്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ ക്ഷീരവികസന ഓഫീസറാണ്. നമുക്ക് ക്ഷീരമേഖലയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ഫണ്ട് തരുന്ന ഒരു പഞ്ചായത്താണ് പാണാവള്ളി ഗ്രാമപഞ്ചായത്ത്. പാലിന് സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി, അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ക്ഷീരകർഷകർക്ക് ആവശ്യമായ പദ്ധതികൾ ആവശ്യപ്പെടുന്ന ഫണ്ട് തരുന്നത് വഴി ഒത്തിരി കർഷകരെ സഹായിക്കുന്ന ഒരു രീതിയിലാണ് പാണാവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ എഷൈൻ റോസ്, പാണാവള്ളി ഹോമിയോ മെഡിക്കൽ ഓഫീസറാണ്. 2021 വരമേറ്റ പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് 2022 നമ്മുടെ സ്ഥാപനത്തിന് പുതിയ ഒരു കെട്ടിടം ലഭിച്ചത്. 2023 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തിയതോടുകൂടി പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി തന്നെ നമുക്ക് ഹെർബൽ ഗാർഡൻ, യോഗ ഹാൾ എന്നീ സംവിധാനങ്ങൾ രോഗികൾക്ക് വേണ്ടി തയ്യാറാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ മാസത്തോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന് NABH അക്രഡിറ്റേഷൻ ലഭിച്ചു. ഈ വർഷം, അതായത് 2025 നമ്മൾ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഒരുപാട് വിപുലീകരിച്ച സംവിധാനങ്ങളാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഒരുക്കിയത്. പ്രൊസീജിയർ റൂം, യോഗ ഹാൾ, ലാബ്, ഇത്രയും സൗകര്യങ്ങളോട് കൂടി നമ്മുടെ സ്ഥാപനം വളരെ നല്ല സേവനങ്ങൾ നൽകിയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രഥമ ആയുഷ് കായകൽപ് അവാർഡ് നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കുകയും ചെയ്തു. ഇത്രയും അധികം സപ്പോർട്ട് നമുക്ക് തന്ന പഞ്ചായത്തിന് മാക്സിമമായ നന്ദി അറിയിച്ചു. ഞാൻ അഹമ്മദ് ഉഞ്ഞാസാൻ, ഓടമ്പള്ളി ഗവൺമെന്റ് UP സ്കൂൾ പ്രഥമാധ്യാപകനാണ്.
കഴിഞ്ഞ 5 വർഷം ഓടംപള്ളി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണകാലം തന്നെയായിരുന്നു. പാണാവള്ളി പഞ്ചായത്തിൽ നിന്ന് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അടുക്കള ആധുനീകരിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ, റെഫ്രിജറേറ്റർ, മിക്സി തുടങ്ങിയ എല്ലാവിധ ഉപകരണങ്ങളും, അതുപോലെ പാത്രങ്ങൾ, ലൈറ്റുകൾ തുടങ്ങി വളരെയധികം സാധനങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുകയുണ്ടായി. അതുകൂടാതെ കുട്ടികൾക്കുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ബെഞ്ച്, ഡെസ്ക്, നമ്മുടെ കെട്ടിടങ്ങളിലേക്കുള്ള വാൾ മൗണ്ടഡ് ഫാനുകൾ, മറ്റു ഫർണിച്ചറുകൾ, അലമാര, മേശ തുടങ്ങിയവ 2-3 ഘട്ടങ്ങളിലായി നമുക്ക് വളരെയധികം നമ്മുടെ സ്കൂളിന്റെ ആവശ്യത്തിന് മതിയാവുന്നത്രയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് ധാരാളം എല്ലാ ക്ലീനിങ് ലോഷനുകളും നമ്മുടെ ബാത്റൂമും, അതുപോലെ കുട്ടികൾക്ക് പേഴ്സണൽ ഹൈജീൻ ഉറപ്പുവരുത്തുന്നതിന് ഹാൻഡ് വാഷ് ഉൾപ്പെടെയുള്ള സോപ്പ് സൊല്യൂഷൻസ്, എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടത്രയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും അനുഭാവപൂർവ്വം പരിഗണിക്കുകയും സ്കൂളിന്റെ ഏത് ആവശ്യങ്ങളും സാധിച്ചു തരികയും ചെയ്യുന്നതിന് പഞ്ചായത്ത് മുന്നിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ ഭരണസമിതി നിലവിൽ വന്ന ശേഷം ഞങ്ങളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് അടിസ്ഥാന മേഖലയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കി സ്കൂളുകളുടെയും അതുപോലെ തന്നെ അംഗനവാടികളുടെയും എല്ലാം പ്രവർത്തനത്തിൽ കാര്യമായ മെച്ചമുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തും ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കാത്ത വിധത്തിൽ സ്വന്തം തനത് ഫണ്ട് ഉപയോഗിച്ച് 12 ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടാണ് 3 പള്ളിക്കൂടങ്ങളിലായി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. LKG UKG തുല്യമായിട്ടുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കൊടുത്ത് കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുൾപ്പെടെ നമ്മുടെ ക്ലാസ്സിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് ഉൾപ്പെടെ അവരുടെ ഭക്ഷണ നില കാര്യത്തിലും ഒക്കെ തന്നെ ഇടപെടുവാനും അതുപോലെ തന്നെ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യ വികസന കാര്യത്തിൽ ഇടപെടുന്നതിനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ടോമി സേവ്യർ. ഞാൻ തൃച്ചാറ്റുളം ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക എന്ന ഗവൺമെന്റിന്റെ നയത്തിനനുസരിച്ച് പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഭരണസമിതി എന്നും സ്കൂളിനോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ട ലിസ്റ്റിൽപ്പെട്ട ഒരു സ്കൂളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളും വളരെ ആശങ്കയോട് കൂടിയാണ് ആ തീരുമാനം ശ്രവിച്ചിട്ടുള്ളതും. അപ്പോൾ അതിനെതിരെ ഈ സ്കൂൾ എങ്ങനെയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മ എന്നുള്ള രൂപത്തിലാണ് മുൻ പഞ്ചായത്ത് ഭരണസമിതികളും പാണാവള്ളിയിലെ ജനങ്ങളും ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ഇത്രയും കുട്ടികളും ഇത്രയും സൗകര്യങ്ങളുമുള്ള ഒരു സ്കൂളാക്കി ഇതിനെ മാറ്റി തീർക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ റഷീദ് മാസ്റ്റർ, തൃച്ചാറ്റുളം ഗവൺമെന്റ് LPSലെ അധ്യാപകനാണ്, സ്റ്റാഫ് സെക്രട്ടറിയാണ്. ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാലത്തിനനുസരിച്ചുകൊണ്ട് ഒരു വിദ്യാലയം എങ്ങനെ പുരോഗമിപ്പിക്കാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി പാരമ്യതയിലേക്ക് എത്തിക്കാൻ നമ്മുടെ പാണാവള്ളി പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്ന നമ്മുടെ പരിസരം തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണ് പിടിച്ച്, ചെളി പിടിച്ച്, പുല്ല് പിടിച്ച് കിടന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെടികളാണ് നമ്മുടെ പരിസരത്തിൽ കാണുന്നത്. നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ മുറ്റം ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും മാറി കുട്ടികൾക്ക് വളരെ ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഒരു ടൈല് വിരിച്ച് നല്ലൊരു അന്തരീക്ഷം, ഈ സ്കൂളിന്റെ മുറ്റത്താണെങ്കിലും ടൈല് പാകിയ നല്ലൊരു വരാന്ത, അതുപോലെ നല്ലൊരു ചുറ്റുമതില്, നല്ലൊരു ബാത്റൂം, നല്ല ക്ലാസ് റൂമുകൾ, നല്ല സ്കൂളിന്റെ മച്ചുകള്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നമ്മുടെ കേരളത്തിൽ പോലും വിരലിലെണ്ണാവുന്ന സ്കൂളുകൾ മാത്രമാണ് ഇന്ററാക്റ്റീവ് പാനൽ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപനം നടത്തുന്നത്. അതുപോലും നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിൽ എത്തിക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അവരുടെ വലിയൊരു നേട്ടമാണ്. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഡോക്ടർ റോസ്മേരി ജോസ്, പാണാവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായിട്ട് നിലകൊള്ളുകയാണ്. ഈ ചെറിയ ആശുപത്രി ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്ക് പേരെടുത്തിരിക്കുന്നു. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുവാനും അതിന്റെ ഫങ്ഷൻസ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തോടുകൂടി ഈവനിങ് OP നമ്മൾ തുടങ്ങുകയും അത് മുടക്കം കൂടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് തീർച്ചയായും പഞ്ചായത്ത് ഭരണസമിതിയുടെ അഗൈതവമായ സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. കാരണം 2 ഡോക്ടർമാർ മാത്രമുള്ള ഈ പാണാവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറെയും കൂടുതലായിട്ട് നിയമിച്ചുകൊണ്ട് ഈ ഈവനിങ് OP നടത്തിക്കൊണ്ടു പോകുന്നത് പഞ്ചായത്ത് സമിതിയുടെ സഹായത്തോടു കൂടിയാണ്. കൂടാതെ ഒരു ഫാർമസിസ്റ്റ്, ഒരു നഴ്സിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഒരു ക്ലീനിംഗ് സ്റ്റാഫ്, ഒരു ലാബ് ടെക്നീഷ്യൻ എന്നിവരെയും പഞ്ചായത്ത് നമുക്കായി നൽകിയിട്ടുണ്ട്. പാണാവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബ് പ്രവർത്തനങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഒരു ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ഇല്ല എങ്കിൽ കൂടി പഞ്ചായത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ലാബ് ടെക്നീഷ്യന്റെ സഹായം ഉള്ളതുകൊണ്ടാണ് അത് ഇത്രയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ നമുക്ക് NABL അക്രഡിറ്റേഷനും നമ്മളുടെ ലാബിന് ലഭിച്ചിട്ടുണ്ട്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യ മേഖലയിൽ 2021, 22, 22, 23, 23, 24 കാലഘട്ടങ്ങളിൽ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചു. ഇതിൽ അവസാനത്തെ 2 വർഷവും 1ാം സ്ഥാനവും ആദ്യത്തെ വർഷം
2ാം സ്ഥാനവുമായിരുന്നു ലഭിച്ചിരുന്നത്. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പഞ്ചായത്ത് നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ഗവൺമെന്റ് ആശുപത്രികളുടെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് വന്നിരിക്കുന്ന പുതിയ പുരസ്കാരമാണ് NQS അക്രഡിറ്റേഷൻ. പാണാവള്ളി കുടുംബാരോഗ്യ കേന്ദ്രം 99.15% മാർക്ക് നേടി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഈ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനും പഞ്ചായത്തിന്റെ അകമഴിഞ്ഞ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൂടാതെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം അനുവദിക്കുന്നതിനും TB പേഷ്യൻസിന് ഫുഡ് കിറ്റ് നൽകുന്നതിനും പഞ്ചായത്ത് നമുക്ക് പ്രൊജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബ്ലോക്കിൽ തന്നെ ഏറ്റവും ആദ്യമായി TB രോഗികൾക്ക് കിറ്റ് നൽകുന്ന പ്രൊജക്റ്റ് പ്രാവർത്തികമാക്കിയത് പാണാവള്ളി ഗ്രാമപഞ്ചായത്തിലാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഫാമിലി ഹെൽത്ത് സെൻ്ററിലാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഈ ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് നേടിക്കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ 5 വർഷക്കാലം. എൻ്റെ പേര് സരസമ്മ സുരേന്ദ്രൻ. ഞാൻ ഹെൽത്ത് സെൻ്ററിൽ പോകാറുണ്ട്. നേരത്തെ പോലെയൊന്നുമല്ല, നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ. നല്ല ഡോക്ടർമാരും അവിടെ സർക്കാർ ഡോക്ടർമാർ 2 പേരുണ്ട്. കൂടാതെ ഒരു ഡോക്ടർ കൂടി പഞ്ചായത്തിൻ്റെ കീഴിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിക്കുള്ള നല്ല ഇതാണ് അവിടെ. അപ്പോൾ നല്ല മരുന്നും എല്ലാം കൊണ്ടും നല്ലൊരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. എൻ്റെ പേര് ശ്രീദേവി. പാണാവള്ളി 2ാം വാർഡിലെ ആശാ വർക്കറാണ്. ഈ വാർഡിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ പാണാവള്ളി FHSCയുടെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 3 വർഷമായിട്ട് നമുക്ക് 1ാം സ്ഥാനം തന്നെയാണ് ആശുപത്രിക്ക് കിട്ടുന്നത്, FHSCക്ക് കിട്ടുന്നത്. ഇത്തവണ പഞ്ചായത്തിനും കിട്ടി. അത് നമുക്ക് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു സംഭവമാണ്. ഞാൻ ഡോക്ടർ നിഷിത KS, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി പാണാവള്ളിയിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇപ്പോഴുള്ള ഭരണസമിതിയിൽ നിന്നും ആയുർവേദത്തിൻ്റെ വളർച്ചയ്ക്കായി ധാരാളം സഹായങ്ങൾ എല്ലാ സമയവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യത്തിന്റെ മേഖലയിലും ഞങ്ങൾക്ക് തരുന്ന സഹകരണങ്ങളിലൂടെ കഴിഞ്ഞൊരു 3 വർഷമായി ആർദ്ര കേരളം എന്ന പുരസ്കാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഭാഗമാകാൻ സാധിച്ചത് ഈ പഞ്ചായത്തിലെ ഈ ഭരണസമിതിയുടെ സഹായങ്ങളിലൂടെയാണ്. പാണാവള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സണാണ് ഞാൻ. എൻ്റെ പേര് മീര എന്നാണ്. നമ്മളിവിടെ ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ ഭരണസമിതിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഒത്തൊരുമിച്ച് തന്നെയാണ് പോകുന്നത്. എന്തൊരു പരിപാടി നമ്മളിവിടെ കണ്ടക്ട് ചെയ്താലും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും പിന്തുണയും നമുക്ക് ഉണ്ടാവാറുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ. പിന്നെ നമുക്കിവിടെ മൊത്തം 374 ഗ്രൂപ്പുകളാണുള്ളത്. അതിലായിട്ട് 600 സംരംഭങ്ങളോളം നിലവിലുണ്ട്. SVPയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ സംരംഭങ്ങളും കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സാമ്പത്തികമായും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു സപ്പോർട്ട് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കൂടുതലായിട്ട് സംരംഭങ്ങൾ ചെയ്യുന്നതിലേക്കായിട്ടും അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളിലേക്കും സ്ത്രീകൾക്ക് ഒരു ആശങ്കയുമില്ലാതെ ഇറങ്ങി മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. എൻ്റെ പേര് ധന്യ സന്തോഷ്. ഞാൻ പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. നിലവിൽ 5ാം വാർഡ് മെമ്പറാണ്. ഒരു വേലി പോലും നല്ലതില്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ചുറ്റുമതിൽ വൈദ്യുതി കണക്ഷൻ, കുടിവെള്ള കണക്ഷൻ, നമ്മുടെ മുറ്റം ടൈൽ പാകല് എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ചെയ്തു. ഇവിടെ കൊടിമരം ഇല്ലാതിരുന്ന ഒരു സാഹചര്യം, ഒടിഞ്ഞ ഒരു കൊടിമരമായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി നല്ല ഒരു ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഭൂമി സ്വന്തമായിട്ടുള്ള അംഗനവാടികൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം നിലവിൽ അംഗനവാടിക്ക് കെട്ടിടമായിട്ടുണ്ട്. റോഡുകൾ പുതിയതായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. NREGയിൽ ഉൾപ്പെടുത്തി ടൈൽ വർക്കുകൾ 5ഓളം റോഡുകൾ ടൈൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷൻ കുറച്ച് ദൂരം മാത്രമായിരുന്നു നമുക്ക് സ്ട്രീറ്റ് ലൈൻ ഉണ്ടായിരുന്നത്. അത് ഒരു 1120 മീറ്ററോളം വീണ്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. 110ഓളം പുതിയ പോസ്റ്റുകൾ ഇട്ട് അതിനകത്തെല്ലാം ലൈറ്റ് ഇടാനായിട്ട് സാധിച്ചു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച റോഡുകളുണ്ട്. കേടായി കിടന്നിരുന്ന നീമാസ്റ്റ് ലൈറ്റ് പാണാവള്ളി ബോട്ട് ജെട്ടിയിലുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് NGNRGS പദ്ധതിയുടെ അഗ്രികൾച്ചർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മുത്തുലക്ഷ്മി അജയ്. 2020-21 സാമ്പത്തിക വർഷം മുതൽ നാളിതുവരെ നമ്മുടെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയോടെ നമുക്ക് ഈ പദ്ധതിയിൽ 30 കോടി രൂപ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വേതനഘടവും സാധനഘടവും ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ 30 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത്. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും. അവരുടെ കൃത്യമായ ഇടപെടലുകൾ, എല്ലാ തരത്തിലുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളും പുതിയ പുതിയ ആശയങ്ങളും എല്ലാം തരുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി വിജയകരമായി നമ്മുടെ ഒപ്പം തന്നെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് റോഡ് നിർമ്മാണ പ്രവർത്തികളിലായി നമുക്കൊരു 57 റോഡ് പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനായി നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത് 2,26,00,000 രൂപയാണ്. അതല്ലാതെ മറ്റ് മാലിന്യം നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നമുക്ക്
വിവിധ വാർഡുകളിലായി, നമ്മുടെ ഈ 18 വാർഡുകളിലായി കമ്പോസ്റ്റ് പിറ്റ്, സോക്ക് പിറ്റ്, അതുപോലെ തന്നെ മിനി MCFകൾ ഇതെല്ലാം സ്ഥാപിക്കുന്നതിന് നമുക്ക് വിജയകരമായി സാധിച്ചിട്ടുണ്ട് പൂർത്തീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ ജീവനോപാധി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലൈവ്ലിഹുഡിന് ആ ഒരു വ്യക്തിഗത ആസ്തികളുടെ രീതിയിൽ നമുക്ക് കാലിത്തൊഴുത്ത്, അതുപോലെ തന്നെ ആട്ടിൻകൂട്, അസോള ടാങ്ക്, കോഴിക്കോട്, ഇങ്ങനെയുള്ള വിവിധ പ്രവർത്തികൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചു. NRGS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16ാം വാർഡിൽ അംഗനവാടി നമ്പർ 64 നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ജയകുമാർ, 17ാം വാർഡ് മെമ്പറാണ്. 45 വടശ്ശേരി റോഡ് നമ്മൾ മെറ്റലിംഗ് ചെയ്ത് കഴിഞ്ഞു. സായി റോഡിൻ്റെ മുക്കാഭാഗോളം മെറ്റൽ ചെയ്ത് കഴിഞ്ഞു. തേമ്പാടി അയ്യങ്കാളിക്കർ റോഡിന്റെ റീടാറിംഗ് കഴിഞ്ഞു. വീരമംഗലം 40 റോഡ് റീടാറിംഗ് ടെൻഡറുകൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ആഞ്ഞിരത്തോട് റോഡിന്റെയും ടെൻഡർ പിടിച്ചിട്ടുണ്ട്. തുടർ പദ്ധതി പ്രകാരം നമ്മൾ 41 മടത്തിക്കാട് റോഡിനും തേനതറ റോഡും സായി റോഡിന്റെ ബാക്കി ഭാഗവും നമ്മൾ തുടർ പദ്ധതി പ്രകാരം എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ടെക്നീഷ്യൻ സാങ്ഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കുടിവെള്ള ടാങ്കുകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പട്ടികജാതി വിഭാഗക്കാർക്ക് നമ്മൾ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതേപോലെ ജനറൽ വിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും നമ്മൾ കട്ടിലുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ബിനിമോൾ, തളിയാപറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ HM ആണ്. 15ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെല്ലാം പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. ഇത് എൻ്റെ വാർഡ് കൂടിയായ സ്കൂളിലാണ്. സ്കൂളിന് കെട്ടിടം 100 വർഷത്തിലേറെ പഴക്കമുള്ളതായതിനാൽ MLA അഭ്യർത്ഥിച്ച് നമുക്ക് ഇവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പേര് ലക്ഷ്മി ഷാജി. ഞാൻ പാണാവള്ളി പഞ്ചായത്ത് 1ാം വാർഡിലെ ജനപ്രതിയാണ്. സബ് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. കൂടുതൽ ആളുകൾക്ക് സേവനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിവിടെ തുടങ്ങിയത്. മേലൊരു കോൺഫറൻസ് ഹാളും കൂടെയുണ്ട്. എൻ്റെ പേര് പ്രിയ, തൃച്ചാറ്റോളം സബ് സെൻ്ററിലെ JPH-നാണ്. ലക്ഷ്മി മെമ്പറിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും നമ്മുടെ പ്രസിഡന്റ് അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് നമുക്ക് ഈ ഒരു സബ് സെൻ്റർ കിട്ടിയത്. ബാത്തേരി ആനില റോഡ് ടാർ ചെയ്തു. കട്ടോളി ക്ഷേത്രം റോഡ്, തൃച്ചാറ്റോളം റോഡ്, ഈ 2 റോഡുകളും ടൈലിട്ടു. തൃച്ചാറ്റോളം നോർത്ത് കോളനി റോഡ് റീടാറിംഗ് ചെയ്തു. കൂടാതെ മായിത്തറ സ്ട്രീറ്റ് ലൈൻ ചെയ്തു. നോർത്ത് കോളനിയിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചാലൻ റോഡ് അവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് 2 റോഡുകൾക്ക് നിലവിൽ കാട്ടുപള്ളി റോഡിന് 20 ലക്ഷവും അതുപോലെ ചാലൻ റോഡിനും 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ഹെൽന മരിയ വിൽസൺ. പാണാവള്ളി പഞ്ചായത്തിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലെ വെറ്റിനറി സർജനായി ജോലി ചെയ്യുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് കന്നുകുട്ടി പരിപാലന പദ്ധതിയാണ്. നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ തെരുനായ്ക്കൾക്കുള്ള പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷനാണ്. എൻ്റെ പേര് ലിജി എന്നാണ്. ഞാൻ പാണാവള്ളി പഞ്ചായത്ത് ഹരിതകർമ്മ സേന കൺസോഷ്യം സെക്രട്ടറിയാണ്. ഞങ്ങൾ 34 പേരുണ്ട് 18 വാർഡുകളിലായിട്ട്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ എന്താവശ്യപ്പെട്ടാലും അവർ സാധിച്ചു തരാറുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഇരുന്ന് സെഗ്രിഗേഷൻ ചെയ്യുന്ന സമയത്ത് ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് റേഡിയോ ഒക്കെ അനുവദിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് വാർഡുകളിൽ പോകാനായിട്ട് യൂണിഫോം, തൊപ്പി, ഗ്ലൗസ് അങ്ങനെ എല്ലാ സാധനങ്ങളും പഞ്ചായത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. സന്ധ്യാരാഗങ്ങളേ സിന്ദൂരമേഘങ്ങളേ സന്ധ്യാരാഗങ്ങളേ സിന്ദൂരമേഘങ്ങളേ. സാധാരണ ജനങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വൈശംപറമ്പ് കാരിച്ചിറ പോലുള്ള പ്രദേശം. ആ പ്രദേശത്ത് സ്വന്തമായി ഒരു അംഗനവാടി കെട്ടിടം ഉണ്ടാകുക എന്നുള്ളത് ഈ 12ാം വാർഡിലെ ജനങ്ങളുടെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സബലീകരിക്കാൻ നമുക്ക് സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ 20 ലക്ഷം രൂപ ഫണ്ടിൽ ഹൈടെക് അംഗനവാടി നിർമ്മിക്കുവാൻ സാധിച്ചു. അത് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു തൂവലായി തന്നെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നു. എൻ്റെ പേര് അസ്മി. കരുണ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ടീച്ചറാണ് ഞാൻ. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് കരുണ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. നമ്മുടെ സ്ഥാപനത്തിൽ പരിശീലനത്തിന് എടുത്തുന്നത് ഉദ്ദേശം ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം, അതുപോലെ തന്നെ പകൽ പരിപാലനം, ഈ 2 ലക്ഷ്യങ്ങളാണ് സ്ഥാപനത്തിനുള്ളത്. എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ യോഗയും എക്സർസൈസും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരു തൊഴിൽപരമായ പരിശീലനം നൽകി അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ കുടുംബത്തിനും ഒരു വരുമാനം എത്തക്ക രീതിയിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് രമ്യ. 8ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 2012 ഇവിടെ താമസിക്കാൻ വന്നതാണ്. ആ 2012 മുതൽ ഇവിടെ എല്ലാ വീടുകളിലും വെള്ളക്കെട്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കെട്ടിയിട്ട് 6 മാസം സ്വന്തം വീട്ടിലേക്ക് താമസം മാറി പോകുന്ന ഒരവസ്ഥയായിരുന്നു.
അങ്ങനെയാണ് ബ്ലോക്ക് പ്രസിഡന്റിനെ കണ്ടിട്ട് വെള്ളക്കെട്ടൊന്ന് മാറ്റിത്തരണമെന്നും പറഞ്ഞ് ഇവിടെയുള്ള പ്രദേശവാസികളുമായിട്ട് ഒരു അപേക്ഷ കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കാണ വന്നേക്കുന്നത്. ഈ സൈഡിൽ കൂടി ഒരു വഴി പോകുന്നുണ്ട്, പിന്നെ പുറകുവശത്ത് വഴി കൂടിയുണ്ട്. ആ രണ്ട് സൈഡിലേക്കും വലിയ പൈപ്പ് ഇട്ടിട്ട് ഈ കാണയിലേക്ക് വെള്ളം പോകുന്ന തരത്തിലാണ് ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആരുടെയും വീടുകളിൽ വെള്ളക്കെട്ടൊന്നുമില്ല. ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ബ്ലോക്ക് പ്രസിഡന്റും പഞ്ചായത്തും ചേർന്ന്